നമസ്കാരം. ഇപ്പോഴെല്ലായിടത്തെയും ചർച്ചാ വിഷയം എന്ന് പറയുന്നത് പവർ ഗ്രൂപ്പാണ്. പവർ ഗ്രൂപ്പാണ് ഏത് പ്രസ്ഥാനത്തിൻ്റെയും കാര്യങ്ങളുടെ അന്തിമ തീരുമാനം എടുക്കുന്ന എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് പൊതുവായ ഉള്ള ഒരു സംസാരം. എന്നാൽ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അത് നിഷേധിച്ചു, മറ്റു ചിലരും അത് നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്നുള്ളത്. എന്തു തന്നെ ആയാലും പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എപ്പോഴും ഒരു സംഘടനയെ മൊത്തത്തിൽ ചലിപ്പിക്കുവാൻ, നിയന്ത്രിക്കുവാൻ നിർണായക കണ്ണികളായിട്ട് വർദ്ധിക്കാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് സിനിമാ മേഖലയിൽ മാത്രമല്ല, എല്ലാ സാംസ്കാരിക മറ്റ് മേഖലകളിലെല്ലാം നമ്മൾ നോക്കിയാൽ, ഈവൻ ആധ്യാത്മിക മേഖലകളിൽ പോലും അത്തരത്തിലുള്ള പവർ ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പറയുന്നതിനകത്ത് അതിശോക്തിയൊന്നുമില്ല. ഇത്തരത്തിലുള്ള പവർ ഗ്രൂപ്പുകൾ ഒരു വലിയ ഭീഷണിയായി മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് സമ്മതിക്കേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള പല സംഭവങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലരിൽ മാത്രം അധികാരം കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒത്തിരി ആളുകളുണ്ട്. നേട്ടങ്ങൾ ചിലർക്കൊക്കെ ഉണ്ടാകും. അതെപ്പോഴും സംഘടനയോടും നേതാക്കന്മാരും ഒട്ടി നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നിസ്സംശയം പറയാനായിട്ട് കഴിയുന്ന കാര്യമാണ്. എന്നാൽ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു നിർണായക ഗ്രൂപ്പിൻ്റെ കയ്യിലേക്ക് അധികാരങ്ങൾ കൈയാളുന്ന സാഹചര്യം വരുമ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി ആളുകളും ഉണ്ടാകാം. അതിൻ്റെ വേദനകളും പരിഭവങ്ങളുമൊക്കെ ഓരോ മേഖലയിലെയും ആളുകൾ അതത് സമയങ്ങളിൽ വെളിപ്പെടുത്തുന്നുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് സെക്കുലർ മേഖലയിൽ മാത്രമല്ല, ആധ്യാത്മിക മേഖലയിലും ഇത്തരത്തിലുള്ള പല ഫോക്കസ് ഉണ്ട് എന്നുള്ളത് നിസ്സംശയം പറയട്ടെ. അതൊക്കെ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സംശയമാണ്. അതിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ പറയാതെ തന്നെ പറയുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ചില പ്രത്യേക ആളുകളിലേക്ക് മാത്രം അധികാരം ചുരുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ചിലപ്പോൾ അവരെ ആരും അങ്ങനെ നിയമിച്ചതൊന്നും ആകുകയില്ല, പക്ഷേ അതിന് അത്തരത്തിൽ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ വരാം. പക്ഷേ അതുകൊണ്ട് ഗുണത്തേക്കാളേറെ ദോഷമുണ്ടാകുന്നെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. ഇത്തരത്തിൽ ദോഷമുണ്ടാക്കുന്ന ഗ്രൂപ്പുകൾ ഇല്ലാതാകട്ടെ. എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമായി നേരോടും നിർഭയത്തോടും കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഇടയായി തീരണം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. നന്ദി, നമസ്കാരം.